السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ നമുക്ക് ചെയ്തു കാണിച്ചു തന്ന സുന്നത്തായ കർമ്മങ്ങളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിൽ നിസ്കാരം വരെയാണ് നമ്മൾ എത്തിയത്. അതായത് ഫജ്ർ നിസ്കാരത്തിലുള്ള സുന്നത്തുകളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആദ്യം സുന്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് രാത്രി ഒരാൾ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ടതായ സുന്നത്തായ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് വിശദീകരിച്ചത്. അതിനുശേഷം ഫജ്റിൻ്റെ സമയത്ത് ബാങ്ക് വിളിക്കുന്നത് മുതൽ നമ്മൾ മസ്ജിദിലേക്ക് എത്തേണ്ട സമയം വരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. പിന്നീടാണ് ആ ഫജ്ർ നിസ്കാരത്തിൽ ഉള്ള സുന്നത്ത്. ഇവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞു, ഇതൊരു ഫജ്ർ നിസ്കാരത്തിന് മാത്രമുള്ള സുന്നത്തല്ല, മറിച്ച് എല്ലാ നിർബന്ധ നിസ്കാരത്തിലും ഈ സുന്നത്തുകളുണ്ട്. അദ്ദേഹം അത് ആദ്യത്തെ ഫർള് നിസ്കാരം, എഴുന്നേറ്റ ഉടനെ വരുന്ന ആദ്യത്തെ ഫർള് നിസ്കാരം, അത് ഫജ്ർ ആയതുകൊണ്ട് അദ്ദേഹം ആ ഫജ്ർ നിസ്കാരവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇടയിലെ ഇരുത്തം വരെയാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പിന്നീട് അടുത്ത റക്കായത്തിലേക്ക് എത്തുമ്പോഴും ഒരേ സുന്നത്തുകൾ തന്നെയാണ് നമുക്ക് നിസ്കാരത്തിൽ റുക്കോയിലും എഅ്തിദാലിലും സുജൂദിലൊക്കെ ഉള്ളത്. പിന്നീട് തശഹുദിലാണ് പുതിയ കാര്യം നമുക്ക് വരുന്നത്. രണ്ടാമത്തെ റക്കായത്തിലാണ് ആദ്യത്തെ തശഹുദ് വരുന്നത്. അപ്പോൾ തശഹുദ് എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ നിസ്കാരത്തിൻ്റെ അർക്കാനുകളിൽ വിശദീകരിച്ചതാണ്. തശഹുദ് അത് ഒരു ദിക്റാണ്. അത്തഹിയ്യാത്ത് വൽ മുബാറക്കാത്ത് എന്ന് തുടങ്ങുന്ന, അതിൽ തശഹുദ് കൊണ്ട് ഷഹാദത്തുകൾ കൊണ്ട് അവസാനിക്കുന്നത് കൊണ്ടാണ് അതിന് തശഹുദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ തശഹുദുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇരുത്തത്തിൽ, അതുപോലെ വ്യത്യസ്ത തശഹുദുകൾ മാറി മാറി പറയുന്നതിലൊക്കെയുള്ള സുന്നത്തുകളാണ് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നത്. മിനസ്സുനനി ഫി തശഹുദ്, തശഹുദിലുള്ള സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആദ്യം ആ തശഹുദിലുള്ള ഇരുത്തത്തിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, യുസന്നു അൻ യഫ്തരിശൽ മുസല്ലി റിജ്ലഹുൽ യുസ്ര ഫി തശഹുദ് വയൻസിബൽ യുംന. തശഹുദിൽ എങ്ങനെയാണ് നമ്മൾ ഇരിക്കുക? നമ്മൾ ഈ പറയുന്ന അദ്ദേഹം ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് പറയുന്നത്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ, ഇഫ്തിറാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറാഷ് എന്ന് പറഞ്ഞാൽ വിരിക്കുക എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ ഒരു കാല് അവിടെ വിരിച്ചതുപോലെയാണ്, ഇടത്തെ കാല് നമ്മൾ അവിടെ വിരിച്ചിട്ട് അതിന് മുകളിൽ ഇരിക്കുന്നത് പോലെയാണ്. വലത്തെ കാല് നാട്ടി വെക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു രീതി ഉണ്ട്. ഇത് നമുക്കറിയാം സഹോദരങ്ങളെ. എപ്പോഴാണ് നമ്മൾ ചെയ്യുക? രണ്ടാമത്തെ റക്കായത്തിൽ വരുന്ന തശഹുദിലാണ് ഇങ്ങനെ ചെയ്യുക. അഥവാ ഇഫ്തിറാഷിന്റെ ഇരുത്തം രണ്ടാമത്തെ റക്കായത്തിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ 2 റക്കായത്തുകളുടെ നിസ്കാരങ്ങൾ, അത് സുന്നത്താകട്ടെ ഫർളാകട്ടെ, അതിലെ രണ്ടാമത്തെ റക്കായത്തിൽ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതുപോലെ 3 or 4 റക്കായത്തുള്ള നിസ്കാരങ്ങളിൽ രണ്ടാമത്തെ റക്കായത്തിൽ വരുന്ന, അഥവാ അതിൻ്റെ ആദ്യത്തെ തശഹുദിൽ ഈ ഒരു ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഈ ഹദീസ് നമുക്ക് വന്നതായി കാണാൻ സാധിക്കും. അബു ഹുമൈദ് അസ്സാഇദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ചേർത്തുകൊണ്ട് പറയുന്നു, ഫൈദാ ജലസ ഫി റകഅതൈനി ജലസ അലാ റിജ്ലിഹിൽ യുസ്ര വനസബൽ യുംന. അവിടുന്ന് 2 റക്കായത്തായി കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ജലസ അലാ റിജ്ലിഹിൽ യുസ്ര, ഇടത്തെ കാലിന്മേൽ ഇരിക്കുമായിരുന്നു. വനസബൽ യുംന, വലത്തെ കാല് നാട്ടി വെക്കും. അല്ലപ്പോൾ ഇടത്തെ കാലിൻ്റെ മേലെ ഇരുന്നാൽ വലത്തെ കാല് ഇങ്ങനെ നാട്ടി വെക്കും. ആ നാട്ടി വെക്കുമ്പോൾ നമ്മൾ നേരത്തെ സുജൂദിൽ പറഞ്ഞ ഒരു സുന്നത്തുണ്ട്. എന്താണത്? അത് ഖിബ്ലയിലേക്ക് നാട്ടി വെക്കാൻ നമ്മൾ ശ്രമിക്കുക. അതൊരു രീതിയാണ്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വകാന യഖൂലു ഫി കുല്ലി റകഅതൈനി അത്തഹിയ്യ, ഓരോ 2 റക്കായത്തിലും അത്തഹിയ്യ, ഇത് അത്തഹിയ്യാത്ത് കൊണ്ട് തുടങ്ങുന്നത് അവിടുന്ന് പറയുമായിരുന്നു. വകാന യഫ്രിഷു റിജ്ലഹുൽ യുസ്ര, ഇടത്തെ കാല് ഇങ്ങനെ വിരിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഇടത്തെ കാല് അവിടെ ഭൂമിയിലേക്ക് പതിപ്പിച്ചിട്ടാണ് ഇടത്തെ കാലിന് മുകളിലാണ് ഇരിക്കുന്നത്. വയൻസിബുൽ യുംന, എന്നാൽ വലത്തെ കാലിങ്ങനെ ഉയർത്തിയിട്ട് നാട്ടിയിട്ടാണ് വെക്കാറുണ്ടായിരുന്നത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം തശഹുദിൻ്റെ ഇരുത്തത്തിൻ്റെ രീതിയാണ് അവിടെ പറയുന്നത്. അല്ല, ഒരാൾക്കിനി ആ ഇരുത്തം ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ചമ്രം പടിഞ്ഞോ മറ്റോ ഒക്കെ ഇരിക്കാം, തെറ്റില്ല. ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അയാൾക്ക് അതല്ലാത്ത രീതിയും സ്വീകരിക്കാവുന്നതാണ്.
തശഹുദിൽ നമ്മൾ ഈ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അവിടെ നമുക്ക് എന്തായിട്ടുള്ളത്. 2 റക്അത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് റുക്നായിരിക്കും. 3 അല്ലെങ്കിൽ 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ ആദ്യത്തെ തശഹുദ് നമ്മൾ പറഞ്ഞു അത് വാജിബായിരിക്കും. അതാ പറയുന്നതാണ്. ആ ഇരുത്തം ഒരാൾക്ക് ഈ രൂപത്തിൽ ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് ഇരിക്കാൻ സാധിക്കുന്നത് പോലെ ഇരിക്കാവുന്നതാണ്. ഈ രൂപം ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അയാൾക്ക് എങ്ങനെയാണോ സാധിച്ചത്, ചിലപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ രൂപത്തിൽ ഇരിക്കാൻ പറ്റൂല. എപ്പോഴും തറയിലേക്ക് ഇരിക്കുന്ന രൂപത്തിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അതാ നമ്മുടെ തവറുക്കിന്റെ രൂപം മാത്രമേ ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ രോഗമോ പ്രയാസമൊക്കെ കാരണം അങ്ങനെ പറ്റുള്ളൂ. കുഴപ്പമില്ല, ആ രൂപത്തിലേക്ക് ഇരുന്നാൽ മതിയാകുന്നതാണ്. ഇവിടെ പിന്നീട് അദ്ദേഹം പറഞ്ഞ സുന്നത്ത് അസുന്നത്തു ഫീ വദ്ഇൽ യദൈനി ഹാലത്ത് തശഹുദ്. തശഹുദിൽ നമ്മൾ കൈകൾ വെക്കുന്നതിൽ അതിൽ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അത് സ്വീകരിക്കാമെന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു അസ്സിഫത്തുൽ ഊല, ഒന്നാമത്തത് അയ്യദ അൽ യദൈനി അലൽ ഫഖിദൈൻ, 2 കൈകളും തുടന്മേൽ പൂർണ്ണമായി വെക്കുക. തുടന്മേൽ തന്നെ കൈകൾ വെക്കുക എന്ന് പറയുന്നത് ഒരു രീതിയാണ്, അങ്ങനെ വെക്കാവുന്നതാണ്. രണ്ടാമത്തത് അൻയദ അൽ യദൈനി അല റുക്ബതൈൻ, കാൽമുട്ടിലേക്ക് വെക്കുക എന്നുള്ളത്. അഥവാ കൈയുടെ ഒരു ഭാഗം തുടമ്മലുണ്ടാകും, മറ്റേ ഭാഗം കാൽമുട്ടിലേക്ക് കുറച്ച് കയറ്റി വെക്കുന്ന രൂപത്തിലേക്കും വെക്കാം. ഈ 2 രൂപത്തിലേക്കും വെക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണ് ചെയ്യുക. ഇതിൽ ഇടത്തെ കൈ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ വലത്തെ കൈ നമുക്കറിയാം, അങ്ങനെ വെച്ച ഉടനെ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാകും? നമുക്ക് വിരല് ചൂണ്ടാനുള്ളതാണ്. ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലായിരിക്കണം സഹോദരങ്ങളെ നമ്മൾ വെക്കേണ്ടത്. ആ വിരൽ ചൂണ്ടുന്ന രൂപത്തിൽ തന്നെ 2 രൂപത്തിൽ ആ വിരലുകൾ ചൂണ്ടാവുന്നതാണ്. ചില ഹദീസുകളിൽ വന്നിട്ട് നമ്മൾ പൂർണ്ണമായി കൈ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം വിരൽ മാത്രം, അല്ലെ നമ്മൾ ചൂണ്ട് വിരലാണ് വെക്കുക. ഈ രൂപത്തിൽ നമുക്ക് ചൂണ്ടാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ നമ്മുടെ ഈ തള്ളവിരലും അതുപോലെ ചൂണ്ടുവിരലിന് ഇപ്പുറത്തുള്ള നടുവിരലും കൊണ്ടൊരു വട്ടമുണ്ടാക്കി, ഒരു ഹൽക്കുണ്ടാക്കി അങ്ങനെയും ചൂണ്ടാവുന്നതാണ്. ഈ 2 രൂപത്തിൽ വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസിൽ കാണാം ഖബല അസാബിഅഹു കുല്ലഹ, അവിടുന്ന് വിരലുകൾ മുഴുവൻ, ഖബല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നതിനാണ് പറയുക. വഅശാറ ബിഉസ്ബുഇഹി അല്ലതി തലി അൽ ഇബ്ഹാം, ഇബ്ഹാം എന്ന് പറഞ്ഞാൽ തള്ളവിരലാണ്, അതിന്റെ തൊട്ടിപ്പുറത്തുള്ള വിരൽ അതുകൊണ്ട് ചൂണ്ടി എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ റിവായത്തിൽ വന്നത് കാണാൻ സാധിക്കും. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖഅദ ഫി തശഹുദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിൽ ഇരുന്നാൽ വദഅ യദഹു യുസ്റാ അലാ റുക്ബതിഹിൽ യുസ്റാ, ഇടത്തെ കൈ അത് എവിടെ വെക്കും? ഇടത്തെ മുട്ടിൽ വെക്കും. വദഅ യദഹു യുംനാ അലാ റുക്ബതിഹിൽ യുംനാ, വലത്തെ കൈ വലത്തെ മുട്ടിന്മേൽ വെക്കും. വഅഖദ സലാസതൻ വഖംസീൻ വഅശാറ ബിസ്സബാബ, ഈ 3 കൈ, ഈ 3 വിരൽ എന്ത് ചെയ്യും? അതിങ്ങനെ മടക്കി വെക്കും. എന്നിട്ട് ഈ തള്ളവിരല് അതും അതുപോലെ ഇത് ചൂണ്ടി കൂട്ടിയിട്ട് ഇങ്ങനെ അഷാറ ബിസ്സബാബ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബാബ കൊണ്ട്, ചൂണ്ടുവിരൽ കൊണ്ട് അതിങ്ങനെ ചൂണ്ടി വെക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെയുള്ള സുന്നത്ത് അദ്ദേഹം എടുത്ത് കൊടുത്തിട്ടില്ല കാരണം അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹദീസ് അത് സഹീഹാണോ ദഈഫാണോ എന്ന വ്യത്യാസമുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തു കൊടുക്കാതെ വന്നിട്ടുണ്ട്. ഇത്തിഫാഖുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പരമാവധി കൊടുത്തിട്ടുള്ളത്. അവിടെ ആ ചൂണ്ടുന്ന വിരൽ പിന്നീട് അത് അനക്കേണ്ടതുണ്ടോ, അഥവാ തഹ്രീക്ക് വേണോ, അല്ല വെറും ഇഷാറത്ത് മാത്രം മതിയോ, ചൂണ്ടിയാൽ മാത്രം മതിയോ, അത് അനക്കേണ്ടതുണ്ടോ എന്നുള്ള വിഷയത്തിൽ ആ ഹദീസിന്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളാഹ് പറഞ്ഞതുപോലെ അത് തഹരീക്ക് ചെയ്യേണ്ടതുണ്ട്, അത് ചൂണ്ടേണ്ടതുണ്ട്, ചൂണ്ടിയതിനു ശേഷം അനക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അങ്ങനെ അനക്കുന്ന സമയത്ത് പൂർണ്ണമായി ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. മറിച്ച് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളയുടെ അടുത്ത് നിസ്കരിച്ച ആളുകൾ തന്നെ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് അത് ഈ രൂപത്തിൽ നമ്മൾ കിബിലയിലേക്ക് തന്നെ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. അതല്ലാതെ നമ്മൾ പൂർണ്ണമായി താഴേക്കും മേലേക്കും ഈ രൂപത്തിൽ ഇങ്ങനെ വല്ലാത്ത രൂപത്തിലുള്ള ഇളക്കമല്ല ചെയ്യേണ്ടത്. മറിച്ച് ചെറിയ രൂപത്തിൽ ഇളക്കം നമ്മൾ ഈ രൂപത്തിൽ ഇങ്ങനെ ചെയ്താൽ അത് മതിയായതാണ്, ആ സുന്നത്ത് കിട്ടാൻ അത് മതിയായതാണ്. എന്നാൽ വേറെ ചില ഫുഖഹാക്കൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ വന്ന ബഹുഭൂരിപക്ഷം ഹദീസിലും ഇഷാറത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവിടെ തഹരീക്കിന്റെ കാര്യം അഥവാ അനക്കലിന്റെ കാര്യം പറയുന്നില്ല, ചൂണ്ടിയത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷത്തിന്റെ റിവായത്തുകൾ പരിഗണിക്കുക. ആ എതിരെ വന്നത് അത് ഷാദായ അഥവാ ഹദീസ് നിദാന ശാസ്ത്രത്തിലെ
ഒരു മുസ്തലഹാണ്. അതായത് ഒരുപാട് സിക്കത്തുകളായ ആളുകൾ ഒരാളെക്കാളും കൂടുതൽ റിവായത്ത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, അതിനേക്കാൾ എതിരായി റിവായത്ത് ചെയ്തു വന്നാൽ ആ റിവായത്തായിരിക്കും പരിഗണിക്കുക. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അത് അനക്കേണ്ടതില്ല എന്നും പറഞ്ഞത് കാണാം. രണ്ട് തന്നെയായാലും നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഇത് സുന്നത്തായ ഒരു കാര്യമാണ്. അല്ല, വലിയൊരു തർക്കമുണ്ടാക്കേണ്ട ഒരു വിഷയമല്ല. ഒരാൾ അനക്കിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ വലിയൊരു സുന്നത്തിനെതിരായി എന്ന് പറയേണ്ടതില്ല. അല്ലെങ്കിൽ ഒരാൾ അനക്കി എന്നുള്ളത് കൊണ്ട് നീ സുന്നത്തിനെതിരെ ചെയ്തു എന്നും അയാൾ ആക്ഷേപിക്കേണ്ടതില്ല. കാരണം ഇത്തരം വിഷയങ്ങൾ പൊതുവെ ഫുഖഹാക്കൾ വിശാലത നൽകിയിട്ടുള്ള കാര്യമാണ്. കാരണം സ്വാഭാവികമായ ഹദീസിൻ്റെ സ്വീകാര്യത അനുസരിച്ചിട്ടൊക്കെ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അത് അദ്ദേഹം ഇവിടെ കിതാബിൽ കൊടുത്തിട്ടില്ല, എന്നാൽ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നീട് അദ്ദേഹം സുന്നത്തായി കൊണ്ടുവന്നിട്ടുള്ളത് അസുന്നത്തു അൻ യുനവ്വിഅ ബൈന സിയഗ് തശഹുദ്. തശഹുദിന്റെ വ്യത്യസ്ത രൂപങ്ങളിൽ മാറി മാറി കൊണ്ടുവരിക എന്നുള്ള സുന്നത്താണ്. തശഹുദ് അത് അതിൻ്റെ സ്ഥാനമനുസരിച്ച് അത് വാജിബോ അല്ലെങ്കിൽ റുക്കുനോ ആയി തീരുന്നതാണ്. ഒരൊറ്റ തശഹുദ് ഉള്ളെങ്കിൽ അത് അവസാനത്തെ തശഹുദ് ആയിരിക്കും 2 റക്അത്തിൽ, അത് റുക്കിനാണ്. ഇനി 2 തശഹുദ് ഉണ്ട് എങ്കിൽ ആദ്യത്തെ തശഹുദ് വാജിബാണ്, അത് വാജിബാണ്. ഒരാൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവസാനം സഹവിൻ്റെ സുജൂദ് ചെയ്താൽ മതിയാകുന്നതാണ്. അതാണ് വാജിബുകളെന്ന് പറയാറുള്ളത്. എന്നാൽ ഈ തശഹുദ് ചൊല്ലുന്ന സമയത്ത് അത് 2-3 രീതിയിൽ വന്നിട്ടുണ്ട് ഹദീസുകളിൽ. അത് ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ പറയാതെ 2-3 പഠിച്ചിട്ട് മാറി മാറി അത് പറയുക എന്നുള്ളതാണ്. ചില റിവായത്തിലൊക്കെ നമ്മൾ പലരും ചൊല്ലുന്ന അത്തഹിയാത്തുൽ മുബാറക്കാത്തു അസ്സലവാത്തു ത്വയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാത്തു അസ്സലാമു അലൈന വഅല ആലി ഇബാദില്ലാഹി സ്വാലിഹീൻ, അതിനുശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നാൽ വേറെ ചില റിവായത്തിൽ അത്തഹിയാത്തു ലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആദ്യത്തേതിൽ അങ്ങനെ അത്തഹിയാത്തുൽ മുബാറക്കാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു കഴിഞ്ഞിട്ടാണ് ലില്ലാ എന്ന് പറയുന്നത്. രണ്ടാമത്തേതിൽ അത്തഹിയാത്തു ലില്ലാ, പിന്നെയാണ് വസ്സലവാത്തു ത്വയ്യിബാത്തു, പിന്നെ ബാക്കി അസ്സലാമു അലൈക അയ്യുഹൻ നബി ഒരേപോലെ തന്നെയാണ്. അങ്ങനെ വന്നതും കാണാൻ സാധിക്കും. എന്നാൽ ചില റിവായത്തിൽ അത്തഹിയാത്തു ത്വയ്യിബാത്തു സ്വലവാത്തു ലില്ലാ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത്തഹിയാത്തു കഴിഞ്ഞിട്ട് അത്വയ്യിബാത്തു സ്വലവാത്തു ലില്ലാ, ബാക്കി അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് തുടങ്ങിയിട്ട് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ തുടക്കത്തിൽ മാത്രമുള്ള ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തശഹുദിൽ അങ്ങനെ ചൊല്ലിയാൽ അടുത്ത തശഹുദിൽ മാറ്റി ചൊല്ലാം. അപ്പോൾ ഈ തനവുഇൻ്റെ ഇങ്ങനെ വ്യത്യസ്ത രീതികൾ സ്വീകരിക്കുന്നതിൻ്റെ ഫായിദകൾ പണ്ഡിതന്മാർ പറയാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന് ഇസ്തിഹ്ലാറുൽ ഖൽബ്. നമ്മുടെ കൽബിനൊരു മനസാന്നിധ്യം ഉണ്ടാകും നമ്മൾ മാറി മാറി ചൊല്ലുമ്പോൾ, അല്ലേ? ചില സമയത്തൊക്കെ നമ്മൾ അശ്രദ്ധയിലാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ നമ്മൾ തശഹുദ് എപ്പോഴാണ് തുടങ്ങിയത്, എപ്പോഴാണ് സലാം വീട്ടുന്നത് പോലും അറിയില്ല. സലാം വീട്ടുമ്പോൾ ചിലപ്പോൾ ബോധം വരുമോ നമ്മൾ തശഹുദൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ളത്. അപ്പോൾ അത് മാറിക്കിട്ടും. കാരണം നമ്മൾ ആദ്യമേ നീയത്തുണ്ട് ഓരോന്നിനും. ഇന്ന് റുക്കൂയിൽ ഇത് ചൊല്ല, അല്ല നമ്മൾ റുക്കൂയിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സുബ്ഹാന റബ്ബിയൽ അദീം അല്ല, ഇടയ്ക്ക് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന ബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി അത് പറയും, അല്ലെങ്കിൽ സുബ്ഹൂഹും ഖുദ്ദൂസും റബ്ബുൽ മലായികത്തി വറൂഹ് പറയും. അപ്പോൾ ഇന്ന് ഇതാണ് ചൊല്ലുക, അല്ലെങ്കിൽ ഈ റക്അത്തിൽ ഞാൻ ഇതാണ് ചൊല്ലുക, ഈ റുക്കൂയിൽ ഇതാണ് ചൊല്ലുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിന്തയായി. നിസ്കാരം മുഴുവനും ചിന്തയിലാണ്. ആ ചിന്തയോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ, ആ പ്രാർത്ഥനയുടെ അർത്ഥം കൂടി മനസ്സിലാക്കി ചെയ്യുമ്പോൾ അത് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഫായിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത എല്ലാ സുന്നത്തും നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 രൂപത്തിൽ ചെയ്താൽ ആ 2 സുന്നത്ത് എടുക്കുമ്പോൾ ആ 2ൻ്റെയും പ്രതിഫലം നമുക്ക് കിട്ടുകയാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഫായിദകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട ഹദീസിൻ്റെ കിതാബുകളൊക്കെ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ചും സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം എന്നുള്ള പല പണ്ഡിതന്മാർക്കും കിതാബുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളയുടെ കിതാബ് വളരെ പ്രസിദ്ധമായതാണ്. അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ പ്രത്യേകത അതിലൊരുപാട് പ്രാർത്ഥനകളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഴുവനുള്ള കിതാബിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത നമ്മുടെ പ്രാർത്ഥനയുടെ പുസ്തകങ്ങളിൽ ഹിസ്നുൽ മുസ്ലിമൊക്കെ പോലെയുള്ള അതിനെ സ്വഹീഹാക്കിയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഗ്രന്ഥങ്ങളിൽ നിസ്കാരത്തിൻ്റെ അധ്യായം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വ്യത്യസ്ത റിവായത്തുകളിൽ വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പഠിക്കുക എന്നുള്ളതാണ്. ഇനി തശഹുദുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്തത് അവസാനത്തെ തശഹുദിന്റെ ഇരുത്തത്തിന്റെ സുന്നത്താണ്. അസ്സുന്നത്തു അൻ യജ്ലിസൽ മുസല്ലി ഫി തശഹുദിൽ അഖീർ മുതവര്രികൻ ഫി സ്വലാത്തി സുലാസിയ്യ വറുബാഇയ്യ. അവസാനത്തെ തശഹുദ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകം അത് ഫി സ്വലാത്തി സുലാസിയ്യ വറുബാഇയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 റക്അത്തുള്ള നിസ്കാരവും 4 റക്അത്തുള്ള നിസ്കാരം, അതിന്റെ അവസാനത്തെ തശഹുദാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ തവറുക്ക് ഇരിക്കേണ്ടത് ഈ പറയുന്ന 3-ാമത്തെ റക്അത്തിൽ വരുന്ന തശഹുദിലോ
അല്ലെങ്കിൽ നാലാമത്തെ റക്അത്തിൽ വരുന്ന തശഹുദിലോ മാത്രമാണ്. രണ്ടാമത്തെ റക്അത്തിൽ വരുന്ന തശഹുദിൽ തവറുക്ക് ഇരുത്തം വേണ്ടതില്ല, എപ്പോഴും ഇഫ്തിറാഷിന്റെ ഇരുത്തം തന്നെ ഇരുന്നാൽ മതിയാകുന്നതാണ് എന്നാണ്. ഇതും ഈ ഹദീസിൽ സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ തവറുക്ക് ഇങ്ങനെ തറയിൽ ഇരുന്നു കൊണ്ട് ചെയ്തു എന്നുള്ളത് ഇമാം ബുഖാരി മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ ആ ഇരുത്തം തന്നെ അത് രണ്ടാലൊരു രൂപത്തിൽ ഒരാൾക്ക് ഇരിക്കാവുന്നതാണ്. ഒന്ന് പൊതുവെ ആളുകൾ ഇരിക്കാവുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും, അയാൾ തറയിൽ ഇരുന്നു കൊണ്ട് വലത്തെ കാല് നാട്ടി വെക്കും, ഇടത്തെ കാല് നമ്മൾ എന്ത് ചെയ്യും, സൈഡിലേക്ക് ഇങ്ങനെ കിടത്തി വെക്കുന്ന രൂപം അങ്ങനെ ചെയ്യാറുണ്ട്. ഇടത്തെ കാല് വലത്തെ ഭാഗത്തെ കൂടി വലത്തെ കാലിൻ്റെ അടിയിലൂടെ പുറത്തേക്കായിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന രൂപം അതുണ്ട്. അതൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഇമാം ബുഖാരിയിലൊക്കെ ആ രൂപത്തിൽ വന്നിട്ടുണ്ട്. പിന്നീട് ഇബ്നു ദാവൂദിലും ഇബ്നു ഹിബ്ബാനും ബൈഹഖിയൊക്കെ ഉദ്ധരിക്കുന്ന മറ്റൊരു രീതിയുണ്ട്. അതിൽ രണ്ട് കാലുകളും എന്ത് ചെയ്യുക, നാട്ടി വെക്കാതെ ഇങ്ങനെ വലതുഭാഗത്തേക്ക് ചെരിച്ചു വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ വെക്കുക. ഇടത്തെ കാല് എങ്ങനെയാണോ ആദ്യം വെച്ചത് അത് വലത്തെ കാലിൻ്റെ ഉള്ളിലൂടെ വെച്ചത് അതേപോലെ തന്നെ വലത്തെ കാലും അങ്ങനെ കിബിലക്ക് നേരെ അല്ലാതെ അങ്ങനെ ചെരിച്ചു വെക്കാവുന്നതാണ്. അതും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള റിവായത്തുകളും വന്നിട്ടുണ്ട്. ഈ രണ്ട് രൂപത്തിലും ഒരാൾക്ക് തവറുക്കിൻ്റെ രീതി ഇരിക്കാം. തവറുക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായും നമ്മൾ തറയിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഇഫ്തിറാഷ് എന്ന് പറഞ്ഞാൽ കാലിന് മുകളിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. അതിൽ കാലുകളുടെ വ്യത്യാസം ഈ പറയുന്ന രൂപത്തിൽ രണ്ട് സിഫത്തുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ഏതും സ്വീകരിക്കാവുന്നതാണ് എന്നാണ്. എന്നാൽ നമ്മളിവിടെ സുന്നത്ത് സ്വീകരിക്കുന്ന സമയത്ത് പൊതുവേ പറയാറുള്ളൊരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വളരെയധികം തിരക്കിയിട്ടുള്ളൊരു സൊഫിലാണുള്ളത് എന്ന് വിചാരിക്കുക. അത് വളരെ തിരക്കാണ്, അതായത് അടുത്തടുത്താണ് ആളുകൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, ഇവിടെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കാൻ കഴിയില്ല. കാരണം തവറുക്കിൻ്റെ ഇരുത്തം ഇരുന്നാൽ ചിലപ്പോൾ മറ്റവൻ്റെ കാലിൻ്റെ മുകളിലായി പോകും, അവന് ഭയങ്കര വേദന ആവുന്ന അവസ്ഥ ഉണ്ടാകും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല, നമ്മൾ ഇതിന് മുന്നേ ഉള്ള സുന്നത്തും പറഞ്ഞു. നമ്മൾ റുക്കൂയിൽ നമ്മൾ പറഞ്ഞ എന്താണ്, റുക്കൂയിൽ കൈകൾ ഇങ്ങനെ ഈ നമ്മൾ പാർശ്വഭാഗത്തിൽ നിന്നും അകറ്റി വെക്കുക എന്നുള്ളതാണ് സുന്നത്ത്. അതുപോലെ സുജൂദിൽ പോകുമ്പോഴും നമ്മുടെ കൈകൾ പാർശ്വഭാഗങ്ങളിൽ നിന്ന് അകറ്റി വെക്കുക എന്നുള്ളതാണ് സുന്നത്ത്. പക്ഷേ അവിടെ അദ്ദേഹം ഉടനെ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്ത്, ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ മഅ്മൂമിങ്ങൾക്ക് അത് പൊതുവെ ആ ഒരു സുന്നത്ത് എടുക്കാൻ പ്രയാസമായിരിക്കും. കാരണം തൊട്ടടുത്ത ആളുകൾ ഉണ്ടാകും. അപ്പോൾ അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ ഇമാമാകുമ്പോഴോ നമുക്കത് സ്വീകരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ആളില്ല, അപ്പോൾ നമുക്കങ്ങനെ വിശാലമായി വെക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ട് എങ്കിൽ അപ്പോഴും ചെയ്യാവുന്നതാണ്. അതല്ലാതെ നമ്മൾ സുന്നത്ത് എടുക്കുന്ന സമയത്ത് അടുത്തൊരാളെ പ്രയാസപ്പെടുത്തി അയാൾക്കൊരു വേദന ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അയാളുടെ ഇബാദത്തിനൊരു തടസ്സം സൃഷ്ടിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളങ്ങനെ ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നത് അവിടുത്തെ കക്ഷത്തിൻ്റെ വെളുപ്പ് കാണുമാറ് അങ്ങനെ പരത്തി വെക്കുമായിരുന്നു എന്നാണ്. സുന്നത്താണ്. പക്ഷെ ഒരാളങ്ങനെ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അങ്ങനെ ചെയ്ത് എന്താണ് സംഭവിക്കുക, തൊട്ടടുത്താക്ക് ചിലപ്പോൾ അവിടെ സുജൂദ് ചെയ്യാനുള്ള സ്ഥലം തന്നെ കിട്ടൂല, അങ്ങനെ പ്രയാസം വരും. അപ്പം അതേപോലെ ഇവിടെ തവറുക്കിൻ്റെ ഇരിക്കുമ്പോൾ വളരെ തിരക്കിയിട്ടാണ് നമ്മളങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ആളുടെ കാലിനായിരിക്കും നല്ല വേദനയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടാൽ നമുക്കവിടെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തത്തിലേക്ക് മടങ്ങാം. അതല്ല എങ്കിൽ ഈ പറയുന്ന അവസാനത്തെ ഈ മൂന്നാമത്തെയോ നാലാമത്തെയോ തശഹുദ് തവറുക്കിൻ്റെ ഇരുത്തമാണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ഇവിടെ അതിനുശേഷം അദ്ദേഹം കൊടുത്തത് ആ തശഹുദിന് ശേഷം നമ്മൾ ചൊല്ലുന്ന സലാത്തുണ്ട്. ആ സലാത്തിന് വ്യത്യസ്ത രൂപങ്ങളിലുള്ള സലാത്ത് വന്നിട്ടുണ്ട്. ആ വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് സുന്നത്താണ്. സലാത്ത് എന്തായാലും നമ്മൾ പറഞ്ഞു അത് റുക്കനാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലരത് വാജിബാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്, മറിച്ച് ആ സലാത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ വന്നത് മാറി മാറി ചൊല്ലുക. അസ്സുന്നത്തു അൻ യുനവ്വി അൽ മുസല്ലി ബൈന സിയഗി സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത രീതിയിൽ വന്ന സുന്നത്തായ സ്വലാത്തുകൾ അത് ചൊല്ലുക എന്നുള്ളതാണ്. അപ്പം അതിൽപ്പെട്ടതാണ് പൊതുവേ നമുക്കറിയുന്ന അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്, ഇതൊക്കെ ഇബ്രാഹിമി സ്വലാത്താണ്. അങ്ങനെ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന് നടുവിൽ വരുന്ന ഒരു രൂപമുണ്ട്. എന്നിട്ട് പിന്നെ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇന്നക ഹമീദും മജീദ് എന്നുള്ളത് 2 പ്രാവശ്യം വരുന്ന ഒരു രൂപമുണ്ട്. ഇനി ഒരു പ്രാവശ്യം അവസാനത്തിൽ മാത്രം വരുന്ന രൂപമുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, പിന്നെ കമാ ബാറക്ത അലാ അല്ലാഹുമ്മ ബാരിക് അലാ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഈ രൂപത്തിൽ ഇടയിൽ ഇന്നക ഹമീദും മജീദ് ഇല്ല.
പിന്നെ ഒരു രൂപമുണ്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ അസ്വാജിഹി വ ദുർരിയത്തിഹി. അവിടുത്തെ ഭാര്യമാർക്കും കുട്ടികൾക്കും അടുത്ത സന്താന പരമ്പരയിലുള്ളവർക്കും അങ്ങനെ സലാത്ത് ചൊല്ലിക്കൊണ്ട്, എന്നിട്ട് കമാ സല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് വബാരിക അലാ മുഹമ്മദിൻ വ അലാ അസ്വാജിഹി വ ദുർരിയത്തിഹി എന്ന് പറഞ്ഞിട്ട് കമാ ബാറക്ത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന് പറയുന്ന റിവായത്തുണ്ട്. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും അബു ഹമീദ് അസ്സാഇദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. ഈ 3 രൂപത്തിൽ ഇബ്രാഹിം സ്വലാത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്നത് ഒന്നാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി പഠിക്കുക, അത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതുകൂടി പഠിക്കുക. ഈ പറഞ്ഞതുപോലെ ഓരോ തശഹുദിൽ മാറി മാറി ചൊല്ലാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, തശഹുദും വ്യത്യസ്തമായി, സ്വലാത്തും വ്യത്യസ്തമായി, അങ്ങനെ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൊല്ലാൻ പറ്റും. ഇതിനുശേഷം സഹോദരങ്ങളെ, സലാം വീട്ടുന്നതിന് മുമ്പ് ധാരാളമായി ദുആ ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. കാരണം നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം തരുന്ന 2 സന്ദർഭങ്ങളാണ്. ഒന്ന് സുജൂദാണ്, നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. സുജൂദിൽ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള സന്ദർഭമാണ്. തശഹുദും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സലാത്തും കഴിഞ്ഞിട്ട് സലാം വീട്ടുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ദീർഘമായി പ്രാർത്ഥിക്കാവുന്ന ഒരു വേളയാണത്. പ്രത്യേകിച്ച് സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു സന്ദർഭമാണത്. ഇനി ഫർള് നിസ്കാരത്തിലും നിസ്കാര ശേഷം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അവർ കൂടുതൽ അഭികാമ്യമായിട്ട് പറഞ്ഞത് അത് സലാം വീട്ടുന്നതിന് മുമ്പാണ് എന്നാണ്. കാരണം സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ നിസ്കാരത്തിലാകട്ടെ നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി മുനാജാത്തിലാണ്, അള്ളാഹുവിനോടുള്ള സംസാരത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിസ്കാരത്തിന് ഫദ്ലുണ്ട്, നിസ്കാരത്തിൽ നിന്ന് ഇറങ്ങിയാൽ അതിൻ്റെ ഫദ്ലില്ല. അപ്പം നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ ഫദ്ലുള്ളത്. മാത്രവുമല്ല, ഫർദ് നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദിക്റുകളാണ് ശേഷം റിവായത്ത് ചെയ്യപ്പെട്ടത്. അവിടെ നിന്ന് പ്രാർത്ഥനകൾ നിസ്കാര ശേഷം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ചില റിവായത്തിൽ അഖിബസ്സല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് നിസ്കാരത്തിന്റെ അവസാനത്തിൽ എന്ന് പറഞ്ഞത് ചില പണ്ഡിതന്മാർ സലാം വീട്ടിയതിനു ശേഷമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമുക്ക് വിശദീകരിച്ചൊരു കാര്യമാണ്, സലാം വീട്ടുന്നതിന് മുമ്പാണ് നമ്മൾ ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ആ പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയുണ്ട്, ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത, ചില പണ്ഡിതന്മാർ അത് വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സുന്നത്തല്ല, നിർബന്ധമായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് അത് പറഞ്ഞിട്ടുണ്ട്. ഇദാ ഫറഗ അഹദുകും മിനത് തശഹുദിൽ അഖീർ, നിങ്ങളിൽ ഒരാൾ തശഹുദിൽ അഖീറിൽ നിന്നും വിരമിച്ചാൽ ഫൽയതഅവ്വദ് ബില്ലാഹി മിൻ അർബഅ, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് 4 കാര്യങ്ങളെ തൊട്ട് രക്ഷ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങളെക്കുറിച്ച് രക്ഷ ചോദിക്കണം. മിൻ അദാബി ജഹന്നം, നരകശിക്ഷയിൽ നിന്ന്, വമിൻ അദാബിൽ ഖബർ ശിക്ഷയിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലും മരണത്തിലും ഉണ്ടായേക്കാവുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, മിൻ ശർരിൽ മസീഹ് ദജ്ജാൽ, അതുപോലെ അൽ മസീഹു ദജ്ജാലിന്റെ ഷർറിൽ നിന്നും നിങ്ങൾ രക്ഷ ചോദിക്കണം എന്ന് വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബുഖാരി മുസ്ലിമിലൊക്കെ ഇത് വന്നിട്ടുള്ള ഹദീസ് തന്നെയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 4 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിക്കേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത റിവായത്തുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പല പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം, പാപങ്ങൾ നമുക്ക് സംഭവിച്ചു പോകുന്നതിൽ നിന്നും. അതുപോലെ നമ്മൾ കടക്കാരായി പോകുന്നതിൽ നിന്നൊക്കെ നമുക്ക് പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കടത്തിലായി പോകാതിരിക്കാനൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കണം. സമ്പത്തുള്ളവരും ഇല്ലാത്തവരൊക്കെ പ്രാർത്ഥിക്കണം. കാരണം ആളുകളുടെ അവസ്ഥ എപ്പോഴും മാറി മറിഞ്ഞേക്കാം. അതുകൊണ്ട് അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ തേടേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു എന്നൊരു കടക്കാരനാക്കല്ലേ എന്നുള്ളത്. കാരണം വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ, അള്ളാഹുവെ നീ എനിക്ക് സ്വർഗം നൽകണമേ, നരകത്തിൽ നിന്നും എന്നെ കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതും വന്നിട്ടുണ്ട്. അതുപോലെ വളരെ പ്രാധാന്യത്തോടുകൂടി വന്ന മറ്റൊരു പ്രാർത്ഥനയാണ് ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ല, നമുക്ക് ഇസ്തിഗ്ഫാർ തേടാനുള്ള, അല്ലാഹു ഞാൻ ഒരുപാട് തിന്മകൾ, എന്നോട് തന്നെ അക്രമം ധാരാളം ചെയ്തു പോയിട്ടുണ്ട്, നീയല്ലാതെ എനിക്ക് അത് പുറത്തു തരാൻ മറ്റാരുമില്ല. അതുകൊണ്ട് നീ നിന്റെ അടുക്കലുള്ള പാപമോചനം എനിക്ക് നൽകണം, എനിക്ക് കാരുണ്യം നൽകണം, നീ എല്ലാം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം കാരുണ്യവാനാണ് എന്ന് റബ്ബിനോട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന.
അതുപോലെ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക്, അള്ളാഹുവെ നിന്നെ നന്നായി ഓർക്കാനും അതുപോലെ നിനക്ക് നന്ദി കാണിക്കാനും നല്ല രീതിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനും അഇന്നി, എന്നെ സഹായിക്കണമേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മൾ സഹോദരങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അതുപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ൽ, അള്ളാഹു എന്നെ ഒരു പിശുക്കനാക്കുന്നതിൽ നിന്നും നീ എന്നെ രക്ഷിക്കണം. വഅഊദു ബിക മിനൽ ജുബ്ൻ, അതുപോലെ തന്നെ എന്നെ ഒരു ഭീരുവാക്കി മാറ്റുന്നതിൽ നിന്നും അള്ളാഹുവെ നീ എന്നെ രക്ഷിക്കണം. വഅഊദു ബിക മിൻ അറുദ്ദ ഇല അർദലിൽ ഉമർ, പ്രായാധിക്യത്തിൽ അങ്ങനെ ആകുന്ന ഒരവസ്ഥയിൽ നിന്നും, പ്രായം അങ്ങേയറ്റം ചെന്നിട്ട് അങ്ങനെ വകതിരിവില്ലാത്ത രൂപത്തിലേക്ക് ആളുകൾ എത്തും. അപ്പം ആ രൂപത്തിലേക്ക് എത്തുന്നതിൽ നിന്നും നീ എന്നെ എന്ത് ചെയ്യണം? രക്ഷിക്കണം. വഅഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഖബറിലെ പരീക്ഷണം, ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. ധാരാളമായി പ്രാർത്ഥനകളുണ്ട്. അതുപോലെയുള്ളതാണ് അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അള്ളാഹു എനിക്ക് പരലോക വിചാരണ എളുപ്പമുള്ളതാക്കി തീർക്കണമേ എന്നുള്ളത്, അതും അങ്ങനെ വന്നിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഇതൊക്കെ സഹോദരങ്ങൾ ഏതാനും വന്നിട്ടുള്ള ഹദീസുകളിലും മറ്റും വന്നിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഇത് തന്നെ പ്രാർത്ഥിക്കണം എന്നില്ല. ഇതല്ലാത്ത പ്രാർത്ഥനകൾ എന്ത് ചെയ്യാം? നമ്മുടെ അറബിയിൽ നല്ല നല്ല പ്രാർത്ഥനകൾ പഠിക്കുക. അല്ല, പലരും മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നെപ്പോഴും ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആശയസമ്പുഷ്ടമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ കാണാൻ പറ്റും. ഈ പ്രാർത്ഥനകൾ വളരെ ചെറിയ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനകളുടെ ബുക്കുകളിൽ നമുക്കത് കാണാൻ പറ്റും. അത് നമ്മൾ ശരിക്കും അത് ഹിഫ്ളാക്കി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനേക്കാളും ഇത് മതിയായതായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രാർത്ഥിക്കണം. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു സന്ദർഭമാണിത് എന്ന് മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ സലാം വീട്ടലാണ്. സലാം വീട്ടുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ റുക്കനിൽപ്പെട്ട കാര്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, അസ്സലാം എന്ന് അവിടെ പറയുന്നത് അത് റുക്കുനുൻ കൗലിയാണ്. നമ്മൾ പറയലാണ് അവിടെ റുക്കുന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് നമ്മൾ പറയലാണ് അവിടെ സലാം വീട്ടൽ. എന്നാൽ ആ പറയുന്നതോടൊപ്പം നമ്മൾ വലതുഭാഗത്തേക്ക് ഇങ്ങനെ ചെരിയുക, ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ ചെരിയുക, ഇത് സുന്നത്തായ കാര്യമാണ്. അഥവാ ഒരാളിവിടെ അത്തയ്യാത്തൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞാൽ നിസ്കാരം ശരിയാണ്, അയാൾ സലാം വീട്ടി കഴിഞ്ഞു. എന്നാൽ ആ സലാം വീട്ടുന്നതിന് മുമ്പ് വലതുഭാഗത്തേക്ക് ഒന്നിന് വലതുഭാഗത്തേക്ക്, രണ്ടാമത്തേന് ഇടതുഭാഗത്തേക്ക് അങ്ങനെ തിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് സുന്നത്തായ കാര്യമാണ്. അത് സുന്നത്തായ കാര്യമാണ്. നമ്മൾ പരമാവധി ശ്രമിക്കണം. അതിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നന്നായി നമ്മൾ വലതുഭാഗത്തേക്ക് തിരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിന്റെ വെള്ള സഹാബികൾക്ക് കാണുമാർ. അത് ചെറുങ്ങനെ തിരിയല്ല, നന്നായിട്ട് തന്നെ അവിടെ തിരിച്ചിരുന്നു എന്ന് കാണാം. അങ്ങനെ തിരിക്കുക എന്ന് പറയുന്നത് അത് സുന്നത്താണ്. അപ്പം ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും എന്ത് ചെയ്യണം? തിരിക്കണം. നമുക്ക് കാണാൻ സാധിക്കും, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, കുൻതു അറാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിമു അൻ യമീനിഹി വൻ യസാരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും സലാം വീട്ടുന്നത് ഞാൻ കാണുമായിരുന്നു. ഹത്ത അറാ ബയാള ഖദ്ദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിന്റെ വെളുപ്പ് ഞാൻ കാണുമാർ. അപ്പം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? സലാം വീട്ടുമ്പോൾ ആ രൂപത്തിൽ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും തിരിയാൻ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയുമാണ് നിസ്കാരത്തിനകത്തുള്ള സുന്നത്തുകളായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം കൊടുക്കുന്നത് അൽ അദ്കാറുൽ മശ്റൂഅത്തു ബഅദ സലാം മിനസ് സലാത്തിൽ മഫ്റൂള സുന്ന. നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം എന്തുണ്ട്? അവിടെ ചില ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് സുന്നത്താണ്. അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിക്കേണ്ട കാര്യങ്ങൾ അതിലുണ്ട്. അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാക്കുകളുണ്ട്. അത് ശ്രദ്ധിക്കണം. നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അജ്മഅൽ ഉലമ, പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമാണ്, അൽ ഇസ്തിഹ്ബാബി ദിക്രി ബഅദ സലാം, നിസ്കാര ശേഷം ദിക്ർ ഉണ്ട് എന്നുള്ള വിഷയത്തിൽ ഏകാഭിപ്രായമുള്ള കാര്യമാണ്. ആരും അതിന് എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. അവിടെ ഒരു സുന്നത്തുണ്ട്, യുസ്തഹബു റഫ്ഉ സൗതി ബിഹാദ ദിക്ർ, ഈ ദിക്റുകൾ ചൊല്ലുമ്പോൾ ഒരല്പം ശബ്ദം ഉയർത്തുക എന്നുള്ളത് സുന്നത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഹദീസിൽ കാണാം, അന്ന റഫ്അ സൗതി ബിദ്ദിക്രി ഹീന യൻസരിഫു നാസു മിനൽ മക്തൂബ കാന അല അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടെ നിസ്കാരത്തിൽ നിന്നും വിരമിച്ചു കഴിയുന്ന സമയത്ത് ദിക്റുകൾ കൊണ്ട് ഉച്ചത്തിൽ ദിക്ർ ചൊല്ലിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അഅരിഫു ഇൻഖിളാഅ സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തക്ബീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
നിസ്കാരം അത് കഴിഞ്ഞു, അതായത് ഒരാൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ജമാഅത്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കൽ തക്ബീർ കൊണ്ടാണ്. ഈ തക്ബീർ കൊണ്ട് ചില പണ്ഡിതന്മാർ അത് പറഞ്ഞു, അത് അല്ലാഹു അക്ബർ എന്ന് പറയലല്ല, മറിച്ച് അത് അദ്ദേഹം ഉദ്ദേശിച്ചത് നിരുപാധികമായിട്ടുള്ള ദിക്റുകളെ കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലരത് തക്ബീർ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും സലാം വീട്ടിയ ഉടനെ അല്ലാഹു അക്ബർ എന്ന് പറയണം എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാരുമുണ്ട്. രണ്ട് രൂപത്തിലും കാണാൻ സാധിക്കും. എന്നാലും ഹദീസുകളിലൊക്കെ പൊതുവെ കണ്ടുവരുന്ന നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ 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 എന്നുള്ളതാണ്. സലാം വീട്ടിയാൽ ആദ്യമായി പറയേണ്ടത് അസ്തഗ്ഫിറുല്ലാ എന്ന് 3 പ്രാവശ്യമാണ്. പിന്നീട് വന്നിട്ടുള്ളത് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, ഈ പ്രാർത്ഥന പറയുക. പിന്നീട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് ലഹുൻ നിഅമ വലഹുൽ ഫദ്ൽ വലഹുൽ സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹല്ലിലു ബിഹിന്ന ദുബറ കുല്ലി സലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാര ശേഷവും യുഹല്ലിലു ബിഹിന്ന, ഇതുകൊണ്ട് യുഹല്ലിൽ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ അത് ചൊല്ലുമായിരുന്നു, അഥവാ ഒരാൾക്ക് പുറകിൽ നിന്ന് കേൾക്കാൻ പറ്റും എന്ന് സഹാബികൾ പറയാണ്. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകളും സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് എന്തുണ്ട്? ആയത്തുൽ കുർസിയുണ്ട്. അപ്പോൾ ഈ ആയത്തുൽ കുർസി അത് അവസാനത്തിൽ പാരായണം ചെയ്യാം, അല്ലെങ്കിൽ ആദ്യത്തിൽ പാരായണം ചെയ്യാം. അതിന്റെ തർത്തീബ് തെറ്റുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് ആയത്തുൽ കുർസി വേണമെങ്കിൽ പാരായണം ചെയ്യാം, അല്ലെങ്കിൽ അവസാനത്തിൽ ആയത്തുൽ കുർസി മാറ്റാം, അതിന് തെറ്റില്ല. എന്നാൽ അതിനിടയിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ചില റിവായത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നിട്ടുണ്ട്. ഇത്തരം ദിക്റുകളുണ്ട്. ഇതിന്റെ എണ്ണത്തിലും വ്യത്യസ്ത രൂപം നമുക്ക് ഹദീസുകളിൽ കാണാം. ചില റിവായത്തിൽ വന്നത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. എന്നിട്ട് 100 പൂർത്തിയാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സബ്ബഹല്ലാഹ ഫി ദുബുരി കുല്ലി സലാത്തിൻ 33, ആരെങ്കിലും ഓരോ നിസ്കാരത്തിന് ശേഷവും 33 പ്രാവശ്യം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്താൽ, അഥവാ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, വഹമിദല്ലാഹ് 33, അൽഹംദുലില്ലാഹ് എന്ന് 33 പ്രാവശ്യം പറഞ്ഞു, വകബ്ബറല്ലാഹ് 33, അല്ലാഹു അക്ബർ എന്നുള്ളത് 33 പ്രാവശ്യം പറഞ്ഞു, ഫതിൽക 99, അത് 99 വഖാല തമാമൽ മിഅ, 100 പൂർത്തിയാക്കാൻ അവൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം സഹോദരങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഊഫിറത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, അവന്റെ പാപങ്ങൾ പൊറുക്കും, അത് ഒരു സമുദ്രത്തിന്റെ നൊരയോളം ഉണ്ടെങ്കിൽ, സമുദ്രത്തിൽ എത്ര നൊരയുണ്ടാകും, അപ്പം അത്രയും പാപങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ അമലുസാലിഹാത്ത് കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് കിട്ടുന്ന പാപമോചനം അത് സഗായിറുകൾ മാത്രമായിരിക്കും, ചെറിയ പാപങ്ങളായിരിക്കും, വൻപാപങ്ങളല്ല സഹോദരങ്ങൾ. വൻപാപങ്ങൾ അത് തൗബ ചെയ്ത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തിരിക്കുകയുള്ളൂ. തൗബ ചെയ്യണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തൗബ ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചെറുപാപങ്ങൾ ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് തന്നെ, ഒരാൾ തൗബ ചെയ്തിട്ടില്ല പക്ഷെ ഇത്തരം സൽക്കർമ്മങ്ങൾ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. തൗബ ചെയ്താൽ വലുതും ചെറുതുമായ പാപങ്ങൾ പുറത്തു തരും. പക്ഷേ ചെറിയ പാപങ്ങൾ നമ്മൾ അറിയാതെ മറ്റൊക്കെ സംഭവിച്ചു പോകുന്ന പാപങ്ങളുണ്ട് എങ്കിൽ നമ്മൾ വുളൂയിലൂടെ നമുക്ക് പാപങ്ങൾ പുറത്തു കിട്ടുന്നുണ്ട്. അതുപോലെ നിസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് പാപങ്ങൾ പുറത്തു കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് നിസ്കാരത്തിന്റെ ശേഷം ഈ പറയുന്ന ദിക്റുകൾ, അത് എത്ര ചെറിയ പാപങ്ങൾ ഉണ്ട് എങ്കിലും അതൊക്കെ പുറത്തു കിട്ടും എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നമ്മളത് മറക്കാൻ പാടില്ല. അതുപോലെ ചില റിവായത്തിൽ വന്നത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അങ്ങനെ അത് 100 പൂർത്തിയാക്കാണ്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യം പറഞ്ഞിട്ടില്ല. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, മുഅഖിബാത്തുൻ ലാ യഖീബു ഖായിലുഹുന്ന ഔ ഫാഇലുഹുന്ന ദുബറ കുല്ലി സലാത്തിൻ മക്തൂബ, അതായത് എല്ലാ നിർബന്ധ നിസ്കാരത്തിന് ശേഷം ഒരാളും മറക്കാൻ പാടില്ലാത്തതായ
ചില എന്തുണ്ട് ദിക്റുകളുണ്ട്. സലാസൂന തസ്ബീഹ സലാസൂന തഹ്മീദ സലാസൂന തക്ബീറ. എന്തൊക്കെയാണത്? 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ. ഇതാണ് ചില റിവായത്തിൽ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയും ചൊല്ലാം. അപ്പം ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റം വരുത്തിയിട്ട് ഈ രൂപത്തിൽ 100 വൃത്തിയാക്കാം. വേറെ ചില റിവായത്തിൽ സുബ്ഹാനല്ലാഹ് 25, അൽഹംദുലില്ലാ 25, അല്ലാഹു അക്ബർ 25, പിന്നീട് നമ്മൾ നേരത്തെ ചൊല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാ എന്നു മാത്രം 25. ഇങ്ങനെയും സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. ഇമാം തിർമിദി ഈ റിവായത്ത് അബ്ദുല്ലാഹ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തിർമിദി അബ്ദുല്ലാഹ് ഇബ്നു അംറിൽ നിന്നും ഉദ്ധരിച്ച മറ്റൊരു സീഗയുണ്ട്, മറ്റൊരു രൂപമുണ്ട്. അത് സുബ്ഹാനല്ലാഹ് 10, അൽഹംദുലില്ലാ 10, അല്ലാഹു അക്ബർ 10. ഈ രൂപത്തിലും സഹോദരങ്ങളെ എന്ത് ചെയ്യാം? നമുക്കത് ചൊല്ലാവുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ മാറി മാറി ചൊല്ലാവുന്നതാണ്. ഇനി ഒരാൾക്ക് വളരെ തിരക്കാണ്, ഫർള് നിസ്കാരം കഴിഞ്ഞുടനെ തന്നെ പോകേണ്ട ഒരു ആവശ്യമൊക്കെ വന്നു. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? ഇരുന്ന് ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിലും അയാളുടെ വാഹനത്തിൽ നിന്നോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴൊക്കെ ഇത് ചൊല്ലണം. മറക്കരുത്. നിസ്കാര ശേഷമുള്ള ദിക്റുകൾ നമുക്കങ്ങനെ ഇരുന്ന് ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉടനെ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ അത് എങ്ങനെയൊക്കെ ചൊല്ലി പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ പറയുന്നത് പോലെ 33 നമുക്ക് ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിലോ ഇടയ്ക്ക് നമുക്ക് 20 ഈ പറയുന്ന 10 വെച്ചിട്ടെങ്കിലും ചൊല്ലാം. നമ്മൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത് എന്നർത്ഥം. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. 10 വെച്ചിട്ടെങ്കിലും സഹോദരങ്ങളെ അത് ചൊല്ലാവുന്നതാണ്. ഇനി ചൊല്ലുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത്? നമ്മുടെ വിരലുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് സുന്നത്തായിട്ടുള്ളത്. കാരണം അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. സബ്ബിഹ്ന വഅഖിദ്ന ബിൽ അസാബിഹ്. നിങ്ങൾ കൈകൾ കൊണ്ട് ദിക്ർ ചൊല്ലുക, കൈകൾ കൊണ്ട് നിങ്ങൾ എണ്ണം പിടിക്കുക. ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതഖാത്തുൻ. കാരണം നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ ദിക്ർ ചൊല്ലിയിട്ടുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്ക് സാക്ഷി പറയുന്ന നമ്മുടെ കൈകൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൈകൾ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ദിക്റുകൾ ചൊല്ലേണ്ടത് എന്ന് മനസ്സിലാക്കുക. പല റിവായത്തുകളും അതിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ അതായത് ഒരുപാട് ദിക്റുകൾ ചൊല്ലും. അപ്പോൾ നിസ്കാര ശേഷമൊക്കെ 33 ഉള്ളൂ. അതിൽ എന്തില്ല? അതിൽ പ്രത്യേകിച്ച് നമുക്ക് തെറ്റിപ്പോകാനൊന്നുമില്ല. പക്ഷേ ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്ന ഒരാളുണ്ട് എങ്കിൽ, മഹാന്മാരായ സഹാബത്തും മുൻഗാമികളൊക്കെ ചിലർ 10,000 ദിക്റുകളൊക്കെ ദിവസം ചെല്ലുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദിവസവും 10,000 തസ്ബീഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിരുന്നു. ഒരാൾക്ക് എത്രയും ചൊല്ലാം. ഇത്ര എണ്ണം, ആ എണ്ണത്തിനൊരു പ്രത്യേകത കൽപ്പിക്കാതെ എത്ര എണ്ണവും ഒരാൾക്ക് ഇത് എന്ത് ചെയ്യാം? അയാൾക്ക് കണക്കാക്കിയിട്ട് ചൊല്ലാം. ഒരാൾക്ക് 100 സ്വലാത്ത് എനിക്ക് ചൊല്ലണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ എണ്ണത്തിനൊരു പ്രത്യേകത ഒന്നും കൊടുക്കാതെ ഒരാൾക്ക് ചൊല്ലാം. നമ്മൾ ഒരു ദിവസം 1 ജുസ് ഓതുന്നത് പോലെ അല്ലെങ്കിൽ 2 ജുസ് ഓതും. ഓരോരുത്തരും ഓരോന്നാണ് ഇബാദത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദിക്റുകൾ എന്ത് ചെയ്യാം? ഒരുപാട് സാധിക്കുന്നത്ര എന്ത് ചെയ്യാം? അത് വർദ്ധിപ്പിക്കാവുന്നതാണ്. എണ്ണത്തിന് പ്രാധാന്യം കൊടുക്കാതെ തന്നെ, സുന്നത്തിൽ വന്നതല്ല, മറിച്ച് എനിക്ക് ഒരു കൂടുതൽ ചൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് അങ്ങനെ ചെല്ലാം. അപ്പം അത്തരം സാഹചര്യങ്ങൾ എണ്ണം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരാൾക്ക് എണ്ണം എടുക്കാനുള്ള കൗണ്ടറുകളോ മറ്റോ എടുക്കുകയാണ് എങ്കിൽ പല പണ്ഡിതന്മാരും അത് തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, അങ്ങനെ ഉപയോഗിക്കുന്ന ആ കൗണ്ടറുകൾ ഒരിക്കലും ഒരു സുന്നത്തായതുകൊണ്ട് നമ്മൾ എടുക്കുന്നതല്ല. അതിനൊരു പ്രത്യേകതയുമില്ല. ഇനി ഒരാൾക്ക് കൈകൊണ്ട് ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് അഫ്ളൽ. പക്ഷെ ഇവിടെ നമ്മൾ എണ്ണം തെറ്റാതിരിക്കാൻ മാത്രം ഒരാളത് ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിന് ബിദ്അത്ത് എന്ന് പറയാൻ സാധിക്കുകയില്ല എന്ന് മഹാന്മാരായ സലഫി ഉലമാക്കൾ തന്നെ പറഞ്ഞത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ നിസ്കാര ശേഷം നമ്മൾ പറഞ്ഞതുപോലെ കുറഞ്ഞ ദിക്റുകളാണ്. 33-ൻ്റെയും 34-ൻ്റെയും എണ്ണങ്ങളെ ഉള്ളൂ. തെറ്റിപ്പോകാനൊന്നുമില്ല. നമുക്കത് കൃത്യമായി എണ്ണാവുന്നതാണ്. അതിനുശേഷം ആയത്തുൽ കുർസി നമ്മൾ പറഞ്ഞു. ആയത്തുൽ കുർസി നേരത്തെയും പാരായണം ചെയ്യാം, അതല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടും പാരായണം ചെയ്യാം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി, ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്തു, ദുബുറ കുല്ലി സലാത്തിൻ മക്തൂബ, എല്ലാ നിർബന്ധ നിസ്കാരത്തിന് ശേഷവും, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലൽ മൗത്ത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ മരണമല്ലാതെ മറ്റ് തടസ്സമില്ല. അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളത്. ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ എന്താണ് ആയത്തുൽ കുർസിയുടെ ആശയം അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ആയത്തുൽ കുർസി നമ്മൾ ശരിക്കും പഠിക്കണം. അതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം. ഓരോ വാക്കിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ആയത്താണത്. അത് മറ്റൊന്നുമില്ല. പടപ്പുകളെ കുറിച്ച് പറയുന്ന ഒന്നുമില്ല. മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്ന ആയത്തുകളാണ്. ഖുർആനിലെ ഏറ്റവും അഫ്ളലായ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആയത്തുൽ കുർസിയാണ്. ഖുർആനിലെ ഏറ്റവും അഫ്ളലായിട്ടുള്ള ആയത്ത്
6000-ൽ പരം ആയത്തുണ്ട്. അതിൽ ഏറ്റവും അഫ്ളൽ ശ്രേഷ്ഠതയുള്ള ആയത്ത് ആയത്തുൽ കുർസിയാണ്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും പഠിക്കണം. എന്താണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് എന്താണ്? ലാ തഖുദുഹു സിനത്തും വലാ നൗം എന്നൊക്കെ ഉള്ളത് എന്താണ് അതിൻ്റെ അർത്ഥമെങ്കിലും സഹോദരങ്ങൾ പഠിക്കണം. അതിൻ്റെ ആശയം, വിശാലമായ ആശയങ്ങളോട് പഠിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അത് ചിന്തിക്കാൻ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അത് വലിയ ഖൈറാണ് എന്ന് മനസ്സിലാക്കുക. മഹാനബി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വബലഗനി അൻ ശൈഖിനാ അബുൽ അബ്ബാസ് ഖദ്ദസല്ലാഹു റൂഹ അന്നഹു ഖാൽ മാ തറക്തുഹാ അഖീബ കുല്ലി സലാ. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയെ കുറിച്ച് അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരിക്കൽ പോലും നിസ്കാരത്തിന് ശേഷം ഇത് ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. കാരണം നമ്മൾ ഏത് നിസ്കാരത്തിന് ശേഷമാണ് മരിച്ചു എന്നറിയില്ല. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയാളുടെ തൗഹീദുള്ളവനാണ്, മുവഹിദാണ് എങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആയത്തുൽ കുർസി ഓരോ നിസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യുക എന്ന് പറയുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള, അയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമാകുന്ന കാര്യമാണ്. അത് എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നിസ്കാരശേഷം ഉള്ള മറ്റു സൂറത്തുകളാണ് കുൽ ഹുവല്ലാഹു അഹദ്, അതുപോലെ കുൽ അഊദു റബ്ബിൽ ഫലഖ്, കുൽ അഊദു റബ്ബിൻ നാസ്. സഹോദരങ്ങളെ, ഇതൊക്കെ എല്ലാ നിസ്കാര ശേഷവും നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇത്രയും കഴിഞ്ഞാൽ നിസ്കാര ശേഷമുള്ള ദിക്റുകളെ കുറിച്ച് പരാമർശം കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഫജ്ർ നിസ്കാരത്തിലാണ് ഉള്ളത് എന്ന് ഓർമ്മ വരണം. ഫജ്ർ നിസ്കാരത്തിലാണുള്ളത്. അദ്ദേഹം ഫജ്ർ നിസ്കാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം മിനസ്സുന്നത്തി അൽ ജുലൂസ് ബഅദൽ ഫജ്രി ഫിൽ മുസല്ലാ ഹത്താ തത്ലുഅ അശ്ശംസ്. പിന്നീട് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് എന്ത്? അയാൾ സൂര്യൻ ഉദിക്കുവോളം ആ മുസല്ലയിൽ തന്നെ, അവിടെ തന്നെ എന്ത് ചെയ്യുക? സൂര്യൻ ഇരിക്കുവോളം ഒരാൾ അവിടെ ദിക്റുകൾ ചൊല്ലിയിരിക്കുക എന്നുള്ളത്. ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സല്ലൽ ഫജ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കരിച്ചാൽ ജലസ ഫി മുസല്ല, അത് അവിടെ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കും. ഹത്താ തത്ലുഅ അശ്ശംസു ഹസന, സൂര്യൻ നന്നായി ഉദിക്കുവോളം. അഥവാ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മസ്ജിദിൽ നിന്നും പുറത്തേക്ക് പോകാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സമ്മാക്ക് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുൽതു ലി ജാബിർ ഇബ്നു സമുറ, ഞാൻ ജാബിർ ബിൻ സമുറയോട് ചോദിച്ചു, അകുൻത തുജാലിസു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കാറുണ്ടോ? ഖാല നഅം കസീറൻ, അതെ ഞാൻ ധാരാളം ഇരിക്കാറുണ്ട്, ഒരുപാട് പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. കാന ലാ യഖൂമു മിൻ മുസല്ലാഹു അല്ലദി യുസല്ലി ഫീഹി സുബ്ഹ് ഔൽ ഗദാത്ത് ഹത്താ തത്ലുഅ അശ്ശംസ്, അവൻ സുബഹി കഴിഞ്ഞാൽ അവിടുന്ന് സൂര്യൻ ഉദിക്കുവോളം എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈദാ തലഅത്തി ശംസു ഖാം, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേൽക്കും. വകാനു യതഹദ്ദസൂന ഫയഖുദൂന ഫി അംറിൽ ജാഹിലിയ്യ ഫയദ്ഹഖൂന വയതബസ്സം, അവിടെ ഉണ്ടായിരുന്ന സഹാബികൾ അവരങ്ങനെ പഴയ ജാഹിലിയത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയും അങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. സഹാബികൾ പരസ്പരം അവിടെ ഇരുന്ന് സംസാരിക്കലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സഹോദരങ്ങളെ അദ്ദേഹം റിവായത്ത് ചെയ്യാണ്. ഇത്രയാണ് അദ്ദേഹം അദ്കാറുകളെ കുറിച്ച് ചുരുക്കി പറഞ്ഞതാണ്. പിന്നീട് ഒരു അധ്യായത്തിൽ അദ്ദേഹം അദ്കാറു സബാഹ്, രാവിലെയുള്ള ദിക്റുകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിക്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ദിക്റുകളെല്ലാം ഞാനിവിടെ വായിച്ച അർത്ഥം പറയുന്നില്ല, മറിച്ചത് നിങ്ങൾ എന്ത് ചെയ്യണം? അദ്കാറു സബാഹിൻ്റെ കിതാബുകൾ നമ്മുടെ കയ്യിലുണ്ടാകും, ഇല്ലെങ്കിൽ അത് നമ്മൾ വാങ്ങിക്കേണ്ടതാണ്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളെ കുറിച്ച് തീരെ അറിയാത്തവരാണ്. സഹോദരങ്ങളെ, വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റുകളാണിത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ രക്ഷാ കവചമാണ് ഈ ദിക്റുകൾ. കൃത്യമായി രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ കൃത്യമായി നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഷർറുകളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചുള്ള ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള മാർഗമാണ് യഥാർത്ഥത്തിൽ അദ്കാറുകൾ. ആ അദ്കാർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാര ശേഷമുള്ള അദ്കാറുകൾ. അതുപോലെ ശേഷം നമ്മൾ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ. ഇതിലോരോ അദ്കാറുകൾക്കും വലിയ വലിയ ഫദ്ലുകൾ സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം വായിക്കാം, ബാക്കിയുള്ളത് സഹോദരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് വളരെ കൃത്യമായി അദ്കാറുകളുടെ കിതാബ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നല്ല സ്വഹീഹായ ദിക്റുകൾ കൊടുത്തിട്ടുള്ള കിതാബുകൾ ഉണ്ടാകും. അത് നമ്മൾ എന്ത് ചെയ്യാം? അത് വാങ്ങിയിട്ട് അത് പഠിക്കുക. അങ്ങനെ ഒരാൾക്ക് ആദ്യം പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നോക്കിയിട്ടെങ്കിൽ ദിക്റ് ചൊല്ലുക. ഇപ്പം അൽഹംദുലില്ലാ അങ്ങനെയുള്ള വളരെ കൃത്യമായ സ്വഹീഹായ അദ്കാറുകളുള്ള ആപ്പുകൾ അത് മലയാളത്തിലൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ മൊബൈലൊക്കെ പല കാര്യത്തിനും ഉപയോഗപ്പെടുത്താറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഒരാൾക്ക് ചിലപ്പോൾ ഓർമ്മ കിട്ടുന്നില്ലെങ്കിലോ അത് നോക്കി ചൊല്ലാവുന്നതാണ്, തെറ്റുള്ള കാര്യമല്ല. ഒരാൾക്ക് ചിലപ്പോൾ എല്ലാ അദ്കാറുകളും ഹിഫ്ളായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു തർത്തീബ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ ഓർമ്മ ഉണ്ടാവില്ല.
അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചൊല്ലുമ്പോൾ ചിലപ്പോൾ കുറേ നഷ്ടപ്പെട്ടു പോകും, കുറേ മിസ്സായി പോകും. അങ്ങനെയാണെങ്കിൽ അദ്കാറുകൾ നോക്കി ഏതൊക്കെ അദ്കാറുകൾ ഉള്ളതെന്ന് നോക്കിയിട്ട് നമ്മളങ്ങനെ ചൊല്ലുക, അങ്ങനെ ചൊല്ലുക. എന്നാൽ ഒരാൾക്ക് എല്ലാ ദിക്റുകളും ചൊല്ലാൻ പറ്റാത്ത വല്ല തിരക്കുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതെങ്കിലും നമ്മൾ ചൊല്ലുക. ഇപ്പോൾ സുബ്ഹാനല്ലാഹ് 100 പ്രാവശ്യമുണ്ട്, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 പ്രാവശ്യമുണ്ട്, വളരെ പ്രാധാന്യമുള്ളതാണ്, ഒരുപാട് ഫദ്ൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം 3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരമുള്ളതാണ്. ഇതൊരാൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് സിഹറോ മാരണമോ അതുപോലെ തന്നെ ജന്തുക്കളുടെ വിഷമോ ഒന്നും ഏൽക്കുകയില്ല. ഇത് സംരക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ സഹോദരങ്ങൾ, ഒരുപാട് ദിക്റുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറുടെ നേതാവ് എന്നറിയപ്പെടുന്ന അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി എന്ന് തുടങ്ങുന്ന ഇസ്തിഗ്ഫാറിന്റെ അങ്ങേയറ്റത്തെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കിയിട്ടുള്ള ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത്, ഈ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത്, ഒമൻ ഖാലഹ മിനൻ നഹാരി മൂഖിനൻ ബിഹ, ആരെങ്കിലും പ്രഭാതത്തിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി ഇത് പറയുകയാണെങ്കിൽ, ഫമാത മിൻ യൗമിഹി ഖബല അൻ യുംസി, വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഫഹു മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഒമൻ ഖാലഹ മിനൽ ലൈലി വഹു മൂഖിനുൻ ബിഹി, ആരെങ്കിലും രാത്രിയിൽ വൈകുന്നേരത്തെ അദ്കാറിന് അത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മൂക്കിനും ബി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറയുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പ് വേണം. അങ്ങനെയാണ് യക്കീൻ ഉണ്ടാവുക. പറയുന്ന കാര്യം എന്താണ്, ഇസ്തിഗ്ഫാറിന്റെ വാചകങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് പറയുന്നവനായിരിക്കണം. ഫമാത ഖബ്ല അൻ യുസ്ബിഹ്, അവൻ രാവിലെ ആകുന്നതിന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഫഹു മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇമാം ബുഖാരിയിൽ നിന്നും ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണത്. അതുകൊണ്ട് അത് നമുക്കറിയില്ല, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയില്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ഒരു അയ്യിബാണ്, നമുക്ക് കുറവാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് പാപമോചനം തേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ഇസ്തിഗ്ഫാറിന്റെ വാക്യങ്ങൾ നമുക്കറിയില്ലെങ്കിൽ ഒരു അയ്യിബാണത്, നമുക്ക് കുറവാണത്. നമ്മളത് പഠിക്കണം സഹോദരങ്ങളെ, പഠിക്കണം. അതുപോലെ ബാക്കിയുള്ള പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് ഒരുപാട് ബറക്കത്തുകളും ഖൈറുകളും നമ്മുടെ ജീവിതത്തിൽ കിട്ടാനുള്ള പ്രാർത്ഥനകളാണത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും അത് ഓരോന്നും സഹോദരങ്ങളെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു, അബ്ദിൻ യഖൂലു ഫി സബാഹി കുല്ലി യൗമിൻ വ മസാഇ കുല്ലി ലൈല, എല്ലാ രാവിലും എല്ലാ പകലിലും ഒരാൾ പറയുന്നു ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം 3 മററാത്ത് ലം യദുറഹു ഷൈഅൻ, അവനൊന്നും ബാധിക്കുകയില്ല എന്ന് വന്നിട്ടുണ്ട്. ചില റിവായത്തിൽ അതിന് വിഷം തീണ്ടുകയില്ല, വിഷജീവം ഏൽക്കുകയില്ല, സിഹർ ഏൽക്കുകയില്ല എന്നൊക്കെ സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ പ്രാർത്ഥിക്കുക. അതുപോലെ റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ, അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഇല്ലാ കാന ഹഖ്കൻ അലല്ലാഹി അൻ യുർദിയഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനെ തൃപ്തിപ്പെടുക എന്നുള്ളത് അല്ലാഹുവിന്റെ മേൽ ബാധ്യതയായിട്ടുള്ളതാണ് എന്നൊക്കെ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. ചില റിവായത്തിൽ വജബത്ത് ലഹുൽ ജന്ന, അവൻ സ്വർഗം നിർബന്ധമായിട്ടുണ്ട് എന്നൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിക്റുകളെല്ലാം തന്നെ നമ്മൾ പരമാവധി പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ പറയുന്ന അദ്കാറുകൾ നമ്മൾ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.